മക്കളെ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായി പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് പെട്ടെന്ന് കഴിയുന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു ബെസ്റ്റ് പ്ലാനാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളെ മൊത്തമായിട്ട് നിങ്ങൾക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് പ്രോബ്ലം ബേസ്ഡ് സബ്ജക്റ്റ്, മെമ്മറി ബേസ്ഡ് സബ്ജക്ട്സ്, ഇൻ്റർപ്രിട്ടേഷൻ ബേസ്ഡ് സബ്ജക്ട്സ്. പ്രോബ്ലം ബേസ്ഡ് സബ്ജക്റ്റിൽ നമ്മുടെ മാത്സ്, ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റുന്നൊക്കെ സബ്ജക്ട്സ് ആണ്. നമുക്ക് സോഷ്യൽ സയൻസും അതുപോലെ തന്നെ ബയോളജി ഒക്കെ, ഇതൊക്കെ നമുക്ക് മെമ്മറി ബേസ്ഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് ഉണ്ടാക്കി എഴുതാനും അതുപോലെ തന്നെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് സ്റ്റോറിയൊക്കെ മനസ്സിലാക്കി എഴുതാൻ പറ്റുന്ന സബ്ജക്ട്സുകളാണ് ലാംഗ്വേജുകൾ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളമൊക്കെ. ഇതിനെ നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ ബേസ്ഡ് സബ്ജക്റ്റ് എന്നിട്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങളിത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂട്ടിക്കുഴച്ച് പഠിക്കാൻ പാടില്ല. പ്രോബ്ലം ബേസ്ഡ് സബ്ജക്ട്സ് പഠിച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് സബ്ജക്റ്റ്, ഇപ്പോൾ മാത്സ് ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്തൊരു സബ്ജക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഫിസിക്സ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കെമിസ്ട്രി ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സോഷ്യൽ സയൻസ് പഠിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്തൊരു സബ്ജക്റ്റ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബയോളജി എടുത്ത് പഠിക്കാൻ നോക്കുക. ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് അടുത്തൊരു സബ്ജക്റ്റും കൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ലാംഗ്വേജ് എടുത്ത് പഠിക്കാൻ നോക്കുക. എപ്പോഴും പഠിക്കുന്ന സമയത്ത് ഈ ഒരു പാറ്റേൺ നിങ്ങൾ ആലോചിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള സ്റ്റഡി ടിപ്പിനായിട്ട് നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ട് ടൈം ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി.